വാസുദേവായ. പ്രണവം അസ്ട്രോ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. കൂടാതെ നക്ഷത്ര സംബന്ധമായിട്ടോ ജാതക സംബന്ധമായിട്ടോ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ എന്നെ വിളിച്ചോളൂ. ഞാനിവിടെ പറയുന്നത് ഭരണി നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫെബ്രുവരി മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ്. ഈ ഭരണി നക്ഷത്രക്കാരുടെ ദൈനംദിന ജീവിതത്തിൽ പല സമയങ്ങളിലും മത്സരങ്ങളെയും തടസ്സങ്ങളെയും നേരിടുന്നവരാണ്. എന്നാലോ കുടുംബത്തിൻ്റേതായിട്ടുള്ള ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് പലപ്പോഴും തൻ്റേതായിട്ടുള്ള കാര്യങ്ങളെ മുഴുവനും തന്നെ മാറ്റിവെച്ചുകൊണ്ട് കഴിയുന്നിടത്തോളം പരിശ്രമിക്കുന്നവരാണ് ഈ ഭരണി നക്ഷത്രക്കാർ. കഠിനാധ്വാനം ചെയ്യുവാനുള്ള ഒരു നല്ല മനസ്സുള്ള ഇവർക്ക് ഈ ഫെബ്രുവരി മാസത്തിൽ ധാരാളമായിട്ടുള്ള നേട്ടങ്ങൾക്കും മനസ്സന്തോഷത്തിനുമെല്ലാം സാധ്യത കാണുന്നുണ്ട്. ജന്മരാശ്യാധിപനായിരിക്കുന്നതായ ചൊവ്വയാണെങ്കിൽ ഫെബ്രുവരി മാസം 23-ാം തീയതി വരെ രുചകയോഗപ്രദനായിക്കൊണ്ട് കർമ്മസ്ഥാനത്ത് ഉച്ചബലത്തോടു കൂടിയിട്ട് സഞ്ചരിക്കുന്നത് കൊണ്ടും സൂര്യൻ്റെയും ബുധൻ്റെയും ശുക്രൻ്റെയും എല്ലാം അനുകൂല സ്ഥിതി മൂലം ആരോഗ്യപരമായിട്ടും ദൈനംദിന ജീവിതത്തിലും എല്ലാം അഭിവൃദ്ധിക്കും മനസ്സന്തോഷത്തിനും സാധ്യത കാണുന്നുണ്ട് ഈ ഫെബ്രുവരി മാസത്തിൽ. ഇനി കർമ്മപരമായിട്ടും തൊഴിൽപരമായിട്ടും നോക്കുമ്പോൾ വളരെയധികം നേട്ടങ്ങൾക്കും അതുമൂലം അഭിവൃദ്ധിയിലേക്ക് എത്തിച്ചേരാമെന്നുള്ളതായ മനോബലം കിട്ടുന്നതായിട്ടൊരു സമയം കൂടിയാണ്. കർമ്മസ്ഥാനത്തും ലാഭസ്ഥാനത്തും ജന്മരാശ്യാധിപനായിരിക്കുന്ന ചൊവ്വ സഞ്ചരിക്കുന്നതും നിവർത്തിനാഥനായിരിക്കുന്ന ശുക്രൻ്റെ അനുകൂല സ്ഥിതിയും മൂലം സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും അവർ അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങൾ കിട്ടുകയും അതുമൂലം ഗുണാനുഭവങ്ങൾക്കും മനസ്സന്തോഷത്തിനുമെല്ലാം സാധ്യത കാണുന്നുണ്ട്. ഇനി ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കാണെങ്കിൽ ഭാവിയിൽ ഗുണം ചെയ്യുന്ന പുതിയ പുതിയ ബന്ധങ്ങൾ വരുന്നതിനും കർമ്മസംബന്ധമായിട്ട് പരിവർത്തനങ്ങൾക്കും നല്ല രീതിയിലുള്ളതായ മാറ്റങ്ങൾക്കും സാധ്യത കാണുന്നുണ്ട് ഈ ഫെബ്രുവരി മാസത്തിൽ. വിദ്യാർത്ഥികളെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണെങ്കിലോ വിദ്യാമാതുല കാരകനായിരിക്കുന്ന ബുധൻ്റെയും 5-ാം ഭാവനാഥനായിരിക്കുന്നതായ സൂര്യൻ്റെയും അനുകൂല സ്ഥിതി മൂലം ജ്ഞാനകാരകനായിരിക്കുന്ന വ്യാഴത്തിൻ്റെ സ്വാധീനശക്തി മൂലം വിദ്യാർത്ഥികളിലെ പഠന സംബന്ധമായിട്ട് അഭിവൃദ്ധിയിലേക്കും ശ്രേയസ്സിലേക്കും എത്തിച്ചേരാമെന്നുള്ളതായ മനോബലം കിട്ടുന്നതായിട്ടുള്ളൊരു സമയമാണ്. പഠനത്തിലാണെങ്കിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനും മനോബലത്തിനും സാധ്യത കാണുന്നുണ്ട് ഈ ഫെബ്രുവരി മാസത്തിൽ. ഇനി കുടുംബത്തിലാണെങ്കിലും കുടുംബ ബന്ധങ്ങളിലാണെങ്കിലും ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലാണെങ്കിലും സന്താനഭാവങ്ങളിലും എല്ലാം തന്നെ അഭിവൃദ്ധിക്കും മനസ്സന്തോഷവും കിട്ടുന്നതായിട്ടൊരു സമയമാണ്. ഇനി ധനപരമായിട്ട് ചിന്തിക്കുമ്പോഴാണെങ്കിലോ ധനസന്താനകാരകനായിരിക്കുന്ന വ്യാഴത്തിൻ്റെയും ലാഭസ്ഥാനത്ത് നിൽക്കുന്നതായ രാഹുവിൻ്റെയും സ്വാധീനശക്തി കൊണ്ട് ധനപരമായിട്ട് സാമ്പത്തികപരമായിട്ട് ധാരാളമായിട്ടുള്ള നേട്ടങ്ങൾക്കും അഭിവൃദ്ധിക്കും എല്ലാം സാധ്യത കാണുന്നുണ്ട്. ഈ ഗുണാനുഭവങ്ങളെല്ലാം കാണുന്നുണ്ടെങ്കിലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ലാഭാധിപനായിരിക്കുന്ന 11-ാം ഭാവനാഥനായിരിക്കുന്നതായ ശനീശ്വരൻ 12-ാം ഭാവമായിട്ടുള്ള വ്യയസ്ഥാനത്ത് 7.5 ശനിയിലൂടെ സഞ്ചരിക്കുന്നത് കൊണ്ട് അപ്രതീക്ഷിതമായിട്ടുള്ളതായ ചിലവ് വർധനവിന് സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് സാമ്പത്തിക സ്ഥിതിയിൽ ഈ ഒരു സമയങ്ങളിൽ ചാഞ്ചാട്ടം വരാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുകൊണ്ട് ഈ ഒരു സമയത്ത് അനാവശ്യമായിട്ട് വരുന്നതായ പാഴ്ചിലവുകളെ കഴിവതും നിയന്ത്രിച്ച് മുന്നോട്ട് പോകുന്നത് വളരെ നല്ലതാണ്. പ്രത്യേകിച്ച് യാത്രകളിലായാലും ഡ്രൈവിങ്ങിലായാലും കൂടുതലും ശ്രദ്ധ വേണം. വീഴ്ചകളോ ക്ഷതങ്ങളോ വരാതെ നോക്കേണ്ടുന്നതായിട്ടൊരു സമയം കൂടിയാണ് ഈ ഫെബ്രുവരി മാസത്തിൽ. 5-ാം ഭാവത്തിലാണെങ്കിലോ കേതു നിൽക്കുന്നത് കൊണ്ട് ചില സമയങ്ങളിൽ അനാവശ്യമായിട്ടുള്ള ചിന്തകൾ ടെൻഷനുകൾ മനസ്സിനെ സ്വാധീനിക്കുന്നതിനാൽ
പ്രതിസന്ധികളിൽ തളരാതെ വളരെയധികം ദീർഘവീക്ഷണത്തോടുകൂടി ശ്രദ്ധയോടുകൂടിയിട്ട് മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ്. പൊതുവേ ഈ ഭരണി നക്ഷത്രക്കാർ ഇവരുടെ ദൈനംദിന ജീവിതത്തിൽ ദുർഗാദേവിയെ ആരാധിക്കുന്നതും ഭഗവതിക്കാണെങ്കിൽ കുങ്കുമാർച്ചന ചെയ്ത് പ്രാർത്ഥിക്കുന്നതും വളരെ നല്ലതാണ്. പ്രത്യേകിച്ച് ഈ ഫെബ്രുവരി മാസത്തിലാണെങ്കിലോ നവഗ്രഹ ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ ശാസ്താക്ഷേത്രത്തിൽ ശനീശ്വര പ്രീതികരമായിട്ടുള്ള വഴിപാടുകൾ ചെയ്യുന്നതും വളരെ വളരെ നല്ലതാണ്.